ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്. അതായത് കേറ്റിറ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസ് അങ്ങോട്ട് കോടതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ചോദിക്കുന്ന സംശയം എന്ന് വെച്ചാൽ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അനുകൂലമായ വിധി കിട്ടുമോ? അത് വെച്ച് എൽ-പി, യു-പി അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? എന്നതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അന്നേരം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും എനിക്കറിയില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എനിക്കറിയത്തില്ല. ഇതിന് പിന്നിലെ ആരാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതായത് പി-എസ്-സി, പരീക്ഷ ഭവൻ ഇത് രണ്ടും 2 സ്ഥാപനങ്ങളാണ്. ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. പി-എസ്-സി എടുക്കുകയാണെങ്കിൽ തന്നെ ഈ എൽ-പി, യു-പി പെട്ടെന്ന് കൊണ്ടിട്ട നോട്ടിഫിക്കേഷനൊന്നും അല്ല. അവർ കൃത്യമായിട്ടുള്ള പ്ലാൻ പ്രകാരം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു ഡിസംബറിൽ വിളിക്കും എന്നുള്ളത് തന്നെ. അപ്പോൾ ആ ഒരു അവരുടെ കാലണ്ടർ പ്രകാരമായിട്ടാണ് എക്സാം നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതും അതിന് കൃത്യമായിട്ടുള്ള ഒരു മാസ കാലാവധിയും നൽകിയിരുന്നു. അവരുടെ ഭാഗം അങ്ങനെയാണ്. പിന്നെ പരീക്ഷ ഭവൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ പരീക്ഷ ഭവൻ്റെ എക്സാം നടന്നത് ഡിസംബർ അവസാനമാണ്. 29, 30 തീയതികളിലാണ്. അപ്പോൾ അവരുടെ റൂൾ പ്രകാരം ഒരു എക്സാം കഴിഞ്ഞ് 2 മാസത്തിനകമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ പരീക്ഷ എടുത്ത് നോക്കിയാലും മുൻപുള്ള പരീക്ഷകൾ എടുത്താൽ 2 മാസത്തിനകമാണ് റിസൾട്ട് വന്നത്. പിന്നെ കഴിഞ്ഞ വർഷം അതായത് 2023 തന്നെ 3 എക്സാമുകൾ അവർ നടത്തിയിരുന്നു. സ്പെഷ്യൽ ടീച്ചർ എക്സാമിൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് ഈ ഒരു എക്സാമിന് ഇത്ര കാലതാമസം വന്നത്. അപ്പോൾ അവരുടെ ഒരു റൂൾ പ്രകാരം അവരും പോകുന്നു. പി-എസ്-സിയുടെ രീതിക്ക് അവരും പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടവരാണ് വിദ്യാർത്ഥികൾ. അപ്പം കോടതി എന്താണ് പറയുന്നത്? കോടതിക്ക് ഇതിനകത്ത് വലിയ റോളില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരവരുടെ റൂൾ പ്രകാരം ചെയ്ത കാര്യങ്ങൾക്ക് ഇനിയിപ്പോൾ മാറ്റം വരുത്താൻ, അതായത് ഡേറ്റ് ഇന്ന് കഴിഞ്ഞു. എൽ-പി, യു-പിയുടെ ഡേറ്റ് ഇന്ന് കഴിഞ്ഞു. ഇനി കേറ്റിറ്റ് റിസൾട്ടിൻ്റെ കാര്യം റെക്ടിഫൈഡ് ആൻസർ കീ പോലും വന്നില്ല. അതിനുവേണ്ടി ഇനി കേറ്റിറ്റ് റിസൾട്ട് വരുന്നവരെ ഇത് നീട്ടാനോ ഇല്ലെങ്കിൽ അന്തിമമായിട്ടൊന്ന് എന്താ പറയുന്നത്, അവർക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞ് നീട്ടി വെക്കാനോ ഒന്നും കോടതി വിധി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് കോടതി കാര്യങ്ങൾ. പി-എസ്-സിയുടെ പല കേസുകളും കോടതിയിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അന്നേരം അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വെക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.